അച്ഛൻ മകനെ ഉപദേശിച്ചു കൊടുത്ത ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ഉണ്ടോ? അല്ല, ഞാൻ ആരെയും എനിക്ക് തോന്നുന്നു വെർബലായിട്ട് ഉപദേശിക്കാറില്ല. അവർക്ക് വേണമെങ്കിൽ എന്നെ കണ്ടുപഠിക്കാം, എൻ്റെ പ്രവൃത്തികൾ കണ്ടുപഠിക്കാം, എൻ്റെ ജീവിതം കണ്ടുപഠിക്കാം, പിന്നെ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വേണമെങ്കിൽ കണ്ടുപഠിക്കാം. അതല്ലാതെ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് ഞാൻ പറയാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ അവരെ പറയണ്ട കേട്ടോ. ഇനി അങ്ങോട്ട് വരാം. അങ്ങനെ എന്തായിരുന്നു അച്ഛനിൽ നിന്ന് ഇത് ഞാൻ എടുത്തു എന്ന് സ്വയം നമുക്ക് ചിലപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളില്ലേ, അങ്ങനെ എന്തായിരുന്നു? ഐ തിങ്ക് ഡാഡിയുടെ ഒരു ഈ പറഞ്ഞ പോലെ വാല്യൂസ് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ അല്ല, നമ്മളതിനകത്ത് വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാതെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണം. ഇത് ഒരു എന്താ പറയുക, നമ്മളൊരു വീടുണ്ടാക്കുന്ന പോലെയാണ്, പക്ഷെ ഒരു വലിയൊരു സിറ്റി അതേപോലെ ചെറിയൊരു സിറ്റി ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക ഷോർട്ട് കട്ട്സ് എടുക്കാൻ നമുക്ക് തോന്നും. കാരണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കില്ലേ നല്ലത്. പക്ഷെ നമ്മളൊരു കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കും, അല്ലെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ഗസ്റ്റിനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ വി ഷുഡ് നോട്ട് ടേക്ക് എനി ഷോർട്ട് കട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡാഡിയുടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡാഡി എപ്പോഴും പറയും ഓഫീസിൽ യു ഷുഡ് ബി വെരി ഫെയർ ബട്ട് യു ഷുഡ് ഓൾസോ ബി വെരി ഫേം. ഓഫീസിലായാലും വീട്ടിലായാലും ഫെയർ ആയിരിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും, അതേസമയം ഫേം ആയിരിക്കണം. നമ്മളൊരു കാര്യം ഇഷ്ടമല്ല അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്.